Next problem 3. Solve the differential equation t into 1 minus t square y dash plus 2 into t square minus 1 into y which is equal to at cube. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ അനലൈസ് ചെയ്യാം, ഇത് ഏത് തരത്തിലുള്ളതാണെന്ന്. ഇപ്പോൾ വൈൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമാണ് ഈ ഒരു ഇക്വേഷനിൽ കാണാനുള്ളൂ അല്ലേ. അപ്പോൾ അത് എന്ത് ഇക്വേഷനാണെന്ന് പറയാൻ പറ്റും, നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് ലീനിയർ ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വൈൻ്റെ ഡെറിവേറ്റീവും എടുത്ത് നോക്കി, അതിൻ്റെ പവേഴ്സ് ഒന്നും 2ഓ 3ഓ അല്ലെങ്കിൽ അതിൻ്റെ വൈൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെയും പ്രൊഡക്റ്റ് ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എന്ത് പറയാൻ പറ്റും, ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം അല്ലേ. ഇനി ഇത് എന്ത് ഇക്വേഷനാണ്, ഹോമോജീനിയസ് ആണോ, ഈക്വൽ ടു 0 ആണോ, അല്ല, ഈക്വൽ ടു at ക്യൂബ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാൻ പറ്റും, നോൺ ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. ദിസ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റെഡ്യൂസിങ് ദ ഇക്വേഷൻസ് ടു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഇക്വേഷനെ ഇവിടെ പറയുന്നുണ്ട് റെഡ്യൂസിങ് ടു ദ ഇക്വേഷൻ ഇൻ ടു ദ സ്റ്റാൻഡേർഡ് ഫോം. എന്താ സ്റ്റാൻഡേർഡ് ഫോമിക്ക് റെഡ്യൂസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ, വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അല്ലേ, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കിവിടെ ഈ വൈൻ്റെ കൂടെ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിലെ വൈൻ്റെ കൂടെ ഒരു ടേം ഉണ്ട് അല്ലേ, ടി ഇൻറ്റു, അതിനൊരു കോയിഫിഷ്യൻ്റ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താ അറിയാം, വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫോമുലയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് റെഡ്യൂസിങ് ദ ഇക്വേഷൻ ടു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, വൈ ഡാഷ് പ്ലസ് 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് ടി, എന്താ നമ്മുടെ ജനറൽ ഫോം, വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇവിടെ വേരിയബിൾ ടി ആയതുകൊണ്ട് ഇങ്ങനെ എഴുതേണ്ടത് വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നാണ്. സോ നമുക്കിവിടെ പി ഓഫ് is equal to എന്ത് കിട്ടി, 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, എന്താ കിട്ടിയത്, 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ നമുക്കിനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നാണ് എഴുതേണ്ടത് അല്ലേ. ഇതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് എഴുതുന്നത്, ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പി ഓഫ് ടി എടുത്ത് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് റൂൾ 2ഓ അല്ലെങ്കിൽ റൂൾ 3ഓ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാറ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമാവണം. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ എളുപ്പമാവാൻ നമുക്ക് ഈ ഫംഗ്ഷനെ പി ഓഫ് ടി എന്ന് പറയുന്നതിനെ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇപ്പം 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ അല്ലേ. ആ 1 മൈനസ് ടി സ്ക്വയറിനെ നമുക്ക് മാറ്റി എഴുതിക്കോടെ. അതായത് നമുക്കറിയുന്ന റിസൾട്ട് ഉണ്ട്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ 1 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്ന് പറയുന്ന ഫോം അല്ലേ. അപ്പോൾ അതിൻ്റെ 1 മൈനസ് ടി സ്ക്വയറിനെ നമുക്ക് 1 പ്ലസ് ടി ഇൻറ്റു 1 മൈനസ് ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ മാറ്റി എഴുതിയിരിക്കുന്നത്, 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 1 പ്ലസ് ടി എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, മാറ്റി എഴുതാൻ പോവുകയാണ്. ഏതിനെ മാറ്റി എഴുതുന്നത്, 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു 1 പ്ലസ് ടി എന്നുള്ളതിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. ഇത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടിയതാണ് മൈനസ് ഓഫ് 1/t പ്ലസ് 1/2 ടി മൈനസ് 1 പ്ലസ് 1/2 ഇൻറ്റു ടി പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ കിട്ടിയതെന്ന് നോക്കാം. നമുക്കിതിനെ ഇങ്ങനെ എന്ത് ചെയ്യണം, 1/t ഈ ഒരു ഫോമിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി
ഇൻറ്റു 1+t നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? a/t പ്ലസ് b/1 - t പ്ലസ് c/1 t എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക അല്ലേ. അറേഞ്ച് ചെയ്ത് എഴുതി പറയുമ്പോൾ നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ അത് എന്തായിട്ട് മാറും? a ഇൻറ്റു നിങ്ങൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. a ഇൻറ്റു 1 - t പ്ലസ് 1 അല്ല a ഇൻറ്റു 1 - t ഇൻറ്റു 1+t പ്ലസ് b ഇൻറ്റു t ഇൻറ്റു 1+t പ്ലസ് c ഇൻറ്റു t ഇൻറ്റു 1+t ഡിവൈഡഡ് ബൈ t ഇൻറ്റു 1 - t ഇൻറ്റു 1+t എന്ന് എഴുതി അല്ലേ. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മുടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പം നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? a ഇൻറ്റു 1 - t ഇൻറ്റു 1+t പ്ലസ് b ഇൻറ്റു t ഇൻറ്റു 1+t പ്ലസ് c ഇൻറ്റു t ഇൻറ്റു 1 - t ഈസ് ഈക്വൽ ടു 2t² - 1. ഇനി നമ്മൾ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ടേമും പോവും, ഈ ഒരു ടേമും പോവും. ഇവിടെ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? a ഇൻറ്റു 1 - 0 ഇൻറ്റു 1+0 എന്ന് വരും അല്ലേ. അപ്പോൾ a ഇൻറ്റു 1 ഇൻറ്റു 1 വരും. സോ a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? -1 എന്ന് കിട്ടി അല്ലേ. ഇനി അതേമാതിരി നമ്മൾ t ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. t ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ ഇവിടെ ഒരു 1 - 1 വരും കൊണ്ട് ഈ ടേം 0 ആയിട്ട് വരും. സോ ഇത് ക്യാൻസൽ ആയിട്ട് പോകും. അതേമാതിരി തന്നെ ഇവിടെ ഈ സീൻ്റെ കൂടെ ഉള്ളതും 1 - 1 വരുമ്പോൾ 0 വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഇവിടെ എന്തായിട്ട് മാറും? 2t² - 1. അപ്പോൾ 2 ഇൻറ്റു 1² - 1. സോ 2 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 അതേ വരിക. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു ടേം കൂടി ഉണ്ട് അല്ലേ. b ഇൻറ്റു t ഇൻറ്റു 1+t എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ 1 കൊടുക്കുമ്പോൾ b ഇൻറ്റു 1 ഇൻറ്റു 1+1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2b ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് ദാറ്റ് b ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതേമാതിരി t ഈസ് ഈക്വൽ ടു -1 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക -2c ഈസ് ഈക്വൽ ടു 1 കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് c ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ വാല്യൂസ് ഒക്കെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്ക് പകരം നമുക്ക് എക്ക് എന്താ കിട്ടിയ വാല്യൂ? എക്ക് -1 അല്ലേ. ഇപ്പോൾ ഇവിടെ -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബിക്ക് എന്ന് പറയുന്നത് 1/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ സിക്ക് എന്ന് പറയുന്നത് ഒരു -1/2 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ താഴെയുള്ള t-1 എന്ന് ഞാനൊരു മൈനസ് പുറത്തേക്ക് എടുത്ത് അതിനെ -t-1 എന്ന് എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെയായിട്ട് വരും -1/t -1/2 ഇൻറ്റു t-1 -1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/t+1 എന്ന് പറയുന്ന ഫോമിൽ വരും. ഓക്കെ, നേരത്തെ ആ ടേമിൽ 1 ഇൻറ്റു 1/2 ഇൻറ്റു 1/t-1 ആണ്. അപ്പോൾ അതിലെല്ലാത്തിലും ഒരു മൈനസ് കോമൺ ഉണ്ട്. സോ അങ്ങനെയാണ് ആ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ എഴുതിയത്. നമ്മൾ എന്തിനാ അങ്ങനെ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? e⁻∫ p(t) dt എന്നാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം ഇൻ്റഗ്രൽ p(t) dt കമ്പ്യൂട്ട് ചെയ്യാം. സോ ഇൻ്റഗ്രൽ p(t) dt വിച്ച് ഈസ് ഈക്വൽ ടു p(t)നെ നമ്മൾ എന്താ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരുന്നത് എന്തായിരുന്നു? -1/t minus of 1/t plus 1/2 into t-1 plus 1/2 into t+1 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 1/t dt എന്ന് പറയുമ്പോൾ എന്ത് വരും? ln mod t എന്ന് വന്നു അല്ലേ. അതേമാതിരി തന്നെ എന്ത് വരും? 1/2 t-1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 കോമൺ ആണ്. ഇപ്പോൾ ആ 1/2നെ പുറത്തേക്ക് എടുത്തു. ദെൻ 1/t-1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ln mod t-1. സിമിലർലി നമുക്ക് ഇതിന് എന്ത് എഴുതാം? ln mod t+1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിൽ ഒരു 1/2 കോമൺ ആണ്. സോ 1/2 പുറത്തേക്ക് എടുക്കുക. അങ്ങനെ 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ln t-1 പ്ലസ് ln t+1 എന്ന് വന്നു അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ടേമിനെ മാത്രം log a പ്ലസ് log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ log ab എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതേമാതിരി അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ln t-1 ഇൻറ്റു t+1 എന്ന് പറയും. ഇപ്പോൾ ബാക്കിയുള്ള ടേം അങ്ങനെ തന്നെ. അപ്പോൾ നമുക്കത് എന്ത് കിട്ടി? -ln mod t പ്ലസ് 1/2 ഇൻറ്റു ln t-1 ഇൻറ്റു t+1 എന്ന് കിട്ടി. ഓക്കെ, എത്ര മനസ്സിലായില്ലേ? ഇനി നമുക്കറിയുന്ന ഒരു റിസൾട്ടാണ് a - b ഇൻറ്റു a + b ഈക്വൽ ടു
എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ ടി മൈനസ് വൺ ഇൻറ്റു ടി പ്ലസ് വൺ, അപ്പോൾ അതെന്തായിട്ട് മാറും ടി സ്ക്വയർ മൈനസ് വൺ ആയിട്ട് മാറും യൂസിങ് ദ റിസൾട്ട് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന മാതിരി. അപ്പോൾ അതെന്തായി മാറി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എൽ എൻ ടി സ്ക്വയർ മൈനസ് വൺ ആയില്ലേ. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ മൈനസ് ഓഫ് എൽ എൻ മോഡ് ടി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു എൽ എൻ ടി സ്ക്വയർ മൈനസ് വൺ. ഇനി നമുക്ക് വേറെ അറിയുന്ന ഒരു റിസൾട്ടാണ് എൽ എൻ എക്സ് പവർ എ ഈക്വൽ ടു എ ഇൻറ്റു എൽ എൻ എക്സ് എന്നാണ്. ഓക്കെ, എന്താണ് എൽ എൻ എക്സ് പവർ എ ഈക്വൽ ടു എ ഇൻറ്റു എൽ എൻ എക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഈ കിട്ടിയിരിക്കുന്നത് എന്താണ് 1/2 ഇൻറ്റു എൽ എൻ ടി സ്ക്വയർ മൈനസ് വൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു എ ഇൻറ്റു എൽ എൻ എക്സ് എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ 1/2 ഇതിൻ്റെ പവറിലേക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതെന്തായിട്ട് മാറും, ആ ഒരു ടേം എന്തായിട്ട് മാറും എൽ എൻ ടി സ്ക്വയർ മൈനസ് വൺ ഓൾ പവർ 1/2 എന്ന് വരും. ഓക്കെ, ഓക്കെ. ഇപ്പം നമുക്ക് ആ ടേം എന്ത് വന്നു ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൽ എൻ മോഡ് ടി പ്ലസ് എൽ എൻ ടി സ്ക്വയർ മൈനസ് വൺ ഓൾ പവർ 1/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ഫോർമുല വന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ അതിനെ ലോഗ് എ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും മൈനസ് ഓഫ് എൽ എൻ മോഡ് ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് വൺ ഓൾ പവർ 1/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇനി നമ്മളിതിനെ ഒന്നുകൂടി ഒന്ന് ആൻസറിനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ് മൈനസ് ആണ്. അപ്പോൾ അതിന് ഞാനൊരു എൽ എൻ വൺ മൈനസ് എൽ എൻ മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് എഴുതി മാറി. ഓക്കെ, ഇപ്പോൾ ലോഗ് 1 0 ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ലോഗ് 1 ആഡ് ചെയ്തത്. 1 ആഡ് ചെയ്താലും ആ ഒരു ഇക്വേഷന് വലിയ ചേഞ്ച് വരുന്നില്ല, കാരണം ലോഗ് 1ൻ്റെ വാല്യൂ 0 അല്ലേ. ഈ ഒരു ഇതിനോട് കൂടിയിട്ട് ഞാൻ 0 ആഡ് ചെയ്താലും വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്ത് ചെയ്തത് എൽ എൻ വൺ എന്ന് എഴുതിയത്. ഓക്കെ, മൈനസ് മോഡ് ടി ഇൻറ്റു ഈ ടി സ്ക്വയർ മൈനസ് വൺ ഓൾ പവർ 1/2 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് എഴുതിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്ന ഫോമിലാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് എ ബൈ ബി എന്ന് പറയുന്ന ഫോമിൽ വരിക. അങ്ങനെ വരുമ്പോൾ അതെന്തായിട്ട് മാറി എൽ എൻ 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് പി ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു എൽ എൻ 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇ പവർ എൽ എൻ 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലോഗും എക്സ്പോണൻഷ്യൽ കൂടി ക്യാൻസൽ ആയി പോയിട്ട് അതെന്തുമായിട്ട് മാറും 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടി. എന്താ കിട്ടിയത് 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടറിനെ ത്രൂ ഔട്ട് നമ്മുടെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഇക്വേഷന് ഏത് ഇക്വേഷന് ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷനാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ എന്താ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? അതായത് വൈ ഡാഷ് പ്ലസ് 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 8t സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് എന്തായിട്ട് മാറി ഈ ഒരു ഫോമിൽ വന്നു. എന്താ വന്ന് 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു വൈ ഡാഷ് പ്ലസ് 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2t സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ t ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 8t സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു അത് ടേം എന്ന് വന്നു അല്ലേ. ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ ഗ്രൂപ്പ് ചെയ്യുക. ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് നോക്കുക. അപ്പോൾ അതെന്തായിരിക്കും d/dt ഓഫ് 1 മോഡ് ടി റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു വൈ എന്ന് പറയുന്ന ഫോർമുല ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ ഈ ഒരു ടേമിന് ഇങ്ങനെ എഴുതി. പിന്നെ റിമൈനിങ് ആയിട്ടുള്ള RHSലെ ടേംസിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ബോത്ത് സൈഡ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രലും ഡിഫറൻഷ്യലും കൂടി പോയിട്ട് ഈ ഒരു പോർഷനിൽ എന്തായിട്ട് മാറും 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ AT സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു 1 മോഡ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 dt പ്ലസ് 1. ഇപ്പോൾ ഈ മോഡ് ടീനെ നമുക്ക് തൽക്കാലം ടീന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിയും ഇവിടുത്തെ ഒരു ടി കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും.
അപ്പോൾ മുകളിൽ ടി മാത്രം വരും. ഓക്കെ, അപ്പോൾ അത് എന്തായിട്ട് മാറും? എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അത് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുക. സോ എ ഇൻറ്റു ഇൻ്റഗ്രൽ ഓക്കെ എ ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഡിവൈഡഡ് ബൈ നമുക്കിവിടെ വൺ മൈനസ് ടി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കതിനെ ടി സ്ക്വയർ മൈനസ് വൺ എന്നാക്കി എഴുതാൻ പറ്റും. ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് വൺ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടി സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ പവർ എന്താണ്? വണ്ണും മറ്റേ ടി സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ പവർ, അതായത് രണ്ടാമത്തെ ഈ ഒരു ടി സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ പവർ എന്താണ്? 1/2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ 1 + 1/2 അതിൻ്റെ പവർ ആഡ് ചെയ്യുമ്പോൾ 3/2 വരും. സോ നമുക്ക് ആ ടേം എന്തായിട്ട് മാറും? എ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ മൈനസ് വൺ ഓൾ പവർ 3/2 ഡി ടി പ്ലസ് സി. അതായത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വേണ്ടേ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായോ? നമ്മളൊന്നും ചെയ്തിട്ടില്ല, അതിനൊന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ടി സ്ക്വയർ മൈനസ് വണ്ണിൻ്റെ ഫോമുല കിട്ടി, അതിൻ്റെ പവർ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എന്താ പറയുക ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് കൊടുക്കുക. യൂസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് വൺ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? 2t വരും. അങ്ങനെ വരുമ്പോൾ ഈ ഡി ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുക, 2നെ ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ 1/2 ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി ടി എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ടി ഡി ടി ഉണ്ട്. ആ ടി ഡി ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? 1/2 യു എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ടി സ്ക്വയർ മൈനസ് വണ്ണിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്തായിട്ട് മാറും? എ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് 1/2 ഡി യു ഡിവൈഡഡ് ബൈ യു പവർ 3/2 പ്ലസ് ചെയ്ത് വന്നു അല്ലേ. പിന്നെ മൈനസ് 1/2 കോമൺ ആണ്. ഇപ്പം നമ്മൾ ആ മൈനസ് 1/2നെ കൂടി എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതെന്ത് വരും? മൈനസ് a/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/u പവർ 3/2 ഡി യു പ്ലസ് സി എന്ന് വരിക. ആ യു പവർ 3/2നെ നമ്മൾ എന്താക്കി എഴുതുക? ഇൻ്റഗ്രൽ യു പവർ മൈനസ് 3/2 ഡി യു പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, എന്താ എഴുതണ്ടേ? യു പവർ മൈനസ് 3/2 ഡി യു എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ എക്സ് പവർ എന്നിനെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് പവർ എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ റൂൾ വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് a/2 ഇൻറ്റു യു പവർ മൈനസ് 3/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 3/2 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ മൈനസ് 3/2 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ? മൈനസ് 1/2. സോ അതെന്തായിട്ട് മാറും? a/2 ഇൻറ്റു യു പവർ മൈനസ് 1/2 ഡിവൈഡഡ് ബൈ മൈനസ് 1/2 വരും പ്ലസ് സി എന്ന് വരും. നമുക്കിവിടെയുള്ള ഈ മൈനസ് 1/2 മുകളിലോട്ട് വരും. ഇപ്പോൾ ആ 2 2d ക്യാൻസൽ ആവും, മൈനസ് കൂടിയും ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു യു പവർ മൈനസ് 1/2 പ്ലസ് സി എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എ ഇൻറ്റു യു പവർ മൈനസ് 1/2 പ്ലസ് സി എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോട്ടത് ഈ യുവിന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ യുക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരുന്നത്? ടി സ്ക്വയർ മൈനസ് 1 ആണ്. അങ്ങനെ ടി സ്ക്വയർ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഓൾ പവർ മൈനസ് 1/2 പ്ലസ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താ ഈസ് ഈക്വൽ ടു കിട്ടിയത്? 1 mod t ഇൻറ്റു ടി സ്ക്വയർ റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഓൾ പവർ മൈനസ് 1/2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് വൈ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1നെ ടി സ്ക്വയർ മൈനസ് 1 ഓൾ പവർ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ വന്നു. പിന്നെ എൻ്റെ കൂടെ ഒരു ടി കൂടി വരും, എ ടി വരും. പിന്നെ ഈ ടി സ്ക്വയർ മൈനസ് 1 ഓൾ പവർ മൈനസ് 1/2 പ്ലസ് 1/2 കൂടി ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ സീൻ്റെ കൂടെ സി ഇൻറ്റു ടി പ്ലസ് സി ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ ടി പ്ലസ് സി ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. വെർ ടി ഗ്രേറ്റർ ദാൻ 1 എന്ന് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഇവിടെ വെർ ടി ഗ്രേറ്റർ ദാൻ? ഇപ്പോൾ സൊല്യൂഷൻ കിട്ടിയിട്ടോ. y ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് സി ടി ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 വെർ ടി ഗ്രേറ്റർ ദാൻ 1 തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ടി ഗ്രേറ്റർ ദാൻ 1 തന്നിട്ടുള്ളതെന്ന് കൂടി പറയാം.
നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടില്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ ടി ഈസ് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് ആണ് അല്ലേ. ഇപ്പോൾ 1 മൈനസ് 1 ടി 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 0 വരും വൈ ഡാഷ്. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മീനിങ്ലെസ് ആവും. വൈ ഡാഷിൻ്റെ ടേം പോയി അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലേ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഡാഷിൻ്റെ ടേം മൊത്തത്തിലാണ് പോകും. അപ്പോൾ പിന്നെ അവിടെ മീനിങ്ലെസ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ടിക്ക് എന്ത് കൊടുത്തത് 1-നേക്കാൾ മുകളിലോട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എടുത്തത്. ഓക്കെ, ടി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മോഡുലസ് വാല്യൂ ആണ് എടുക്കുന്നത്. മോഡുലസ് വാല്യൂ അതായത് നമ്മുടെ ഇക്വേഷനിൽ കിട്ടുമ്പോൾ മോഡ് ടി ആയിരുന്നു. അപ്പോൾ മോഡുലസ് വാല്യൂ എന്ന് പറയുമ്പോൾ ആൾവേസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 1 ആക്കിയിട്ട് ഉള്ള പോസിബിലിറ്റി എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നോക്കുക. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലാണ് നോക്കുക. അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമായിരുന്നു, അതായത് നോൺ ഹോമോജീനിയസ് ആയിരുന്നു. നമ്മൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടു, മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അതിന് ഗ്രൂപ്പ് ചെയ്തു, സൊല്യൂഷൻ കണ്ടെത്തി. അത്രയേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റഗ്രേഷൻ്റെ ഒരുപാട് റൂൾസ് നമുക്കറിയണം. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അത്രയും നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മനസ്സിലാവും. ഓക്കെ.